തൃശൂർ മുക്കാട്ടുകര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരു നൂറ്റാണ്ടിന് ശേഷം നടന്ന നവീകരണ സഹസ്രകലശം ഭക്തിസാന്ദ്രമായി 13 ദിവസം നീണ്ടുനിന്ന ചടങ്ങുകളിൽ സഹസ്രകലശവും മുറഹോമവും ഉൾപ്പെടെ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് സഹസ്രകലശത്തിന്റെ പുണ്യം തേടി എത്തിയത്. 550 വർഷം പഴക്കമുള്ളതാണ് മുക്കാട്ടുകര മഹാവിഷ്ണു ക്ഷേത്രം. കേരളത്തിലെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ സുദർശനമൂർത്തി പ്രതിഷ്ഠയുള്ള അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ക്ഷേത്രം ഇന്ന് പുരോഗതിയുടെ പാതയിലാണ്. ക്ഷേത്രത്തെ പഴയകാല പ്രൗഢിയിലേക്ക് കൊണ്ടുവരാനുള്ള ഭക്തജനങ്ങളുടെ ഏറെ നാളത്തെ പരിശ്രമമാണ് നവീകരണ കലശത്തിലൂടെ പൂവണിയുന്നത്. നിരവധി ഭക്തജനങ്ങൾ നവീകരണ കലശത്തിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന്റെ ഭാഗമായുള്ള പാണി ചടങ്ങും 3 വേദങ്ങളടങ്ങുന്ന മുറജപം, മുറധാര തുടങ്ങിയ ചടങ്ങുകളും സഹസ്ര കലശവും നടന്നു. 100 ചില്ലാനം വർഷങ്ങൾക്ക് ശേഷം മുക്കാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന നവീകരണ കലശത്തിന്റെ ഭാഗമായുള്ള ഒരു സഹസ്ര കലശത്തിന്റെ ബ്രഹ്മകലശം ആടുന്നതിന് മുന്നോടിയായിട്ടുള്ള പാണി ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ മാർച്ച് 13 മുതൽ 25-ാം തീയതി വരെയാണ് ഈ ഒരു കലശ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തൻ തമ്പുരാന്റെ പടയാളികളെ കളരി അഭ്യസിപ്പിച്ചിരുന്ന പേരാറ്റുപുറം മനയുടെ കീഴിലുള്ള ക്ഷേത്രമാണിത്. പഴയകാലത്ത് പേരാറ്റുപുറം മനയുടെ ക്ഷേത്രമായിരുന്നു ഇത്. ശക്തൻ തമ്പുരാന്റെ പടയാളികളെ കളരി അഭ്യസിപ്പിച്ചിരുന്ന പേരാറ്റുപുറം മനയുടെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ്. പിന്നീട് അത് കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് നൽകുകയും അതിനുശേഷം നാട്ടുകാരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടുപോകുന്നത്. 2014 മുതൽ ഈ നവീകരണ സഹസ്രകലശം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഏവർക്കും സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇന്ന് നടക്കുന്നത്. 10 വർഷത്തെ പ്രയത്നത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. തൃശൂർ പൂരവുമായും ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. ക്ഷേത്രത്തിൽ പാറമേക്കാവ് ഭഗവതിയുടെ പള്ളിയുറക്കത്തിലും പിറ്റേന്നത്തെ ആറാട്ടിലും ചെമ്പൂക്കാവ് ഭഗവതിയുടെ ഇറക്കിപ്പൂജയിലുമടക്കം നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുക്കാറുള്ളത്. ജനം, തൃശൂർ.